മാതാമൃതാനന്ദമയിക്ക് ദീക്ഷ കൊടുത്ത അദ്ദേഹമാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ട്, അമൃതാനന്ദമയി മഠത്തിലെ വീഡിയോ കാണാൻ. സംഘാത് സംജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധോത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. കാമം വന്നു കഴിയുമ്പോൾ പിന്നെ അത് നടന്നില്ലെങ്കിൽ ക്രോധം വരും. ദക്ഷിണ എന്ന് പറയണതിന് എൻ്റെ ഗുരു പറഞ്ഞ ഇതെന്താണെന്ന് വെച്ചാൽ, കൊടുക്കുന്നവന് കൊടുത്തത് കൂടുതലായെന്നും കിട്ടുന്നവന് കിട്ടിയത് കുറഞ്ഞു പോയെന്നും തോന്നാത്തതാണ് ദക്ഷിണ. എല്ലാം തരും എന്ന് പറയും. ഈ പറയുന്ന ആൾക്കാരെ കാണാൻ പോണെങ്കിൽ അവിടെ കാണിക്കിടണം, ഇല്ലെങ്കിൽ ഫീസാണ്. ഇപ്പൊ പല ആൾക്കാർക്കും ഫീസാണ്. ശരിക്കും ഗുരുക്കന്മാര് ഫീസ് വാങ്ങിക്കാൻ പാടില്ല. എൻ്റെ ഗുരു പറയും ഫീസ് വാങ്ങിക്കാൻ പാടില്ല. അദ്ദേഹം ഒന്നും വാങ്ങിക്കാണ്ടാണ് എന്നെ പഠിപ്പിച്ചത്. ഈ കുംഭമേളയുടെ സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരോട് കൂടെ അവിടെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. മനസ്സിലായി? അത്ഭുതം. പിന്നെ ഈ ക്രിയായോഗ ദീക്ഷ എടുത്താൽ, ഞാനുള്ള കാര്യം പറയാം, ഇപ്പൊ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഇവരുടെ അടുത്ത് ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈ ക്രിയായോഗ ദീക്ഷ അതുപോലെ ശിവപ്രഭാകര സിദ്ധയോഗി എന്ന് പറഞ്ഞ് 786 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പല ശരീരങ്ങളിലൂടെ ഇത് ചെയ്തിട്ടുണ്ട്. സാറേ ഇത് എത്ര നാളെടുത്തു? ഇതിന്റെ 10 വർഷത്തെ പഠനമാണെന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥറക്കാൻ കാര്യം ശാസ്ത്രീയമായിട്ട് പറയാം. സായിപ്പന്മാർ ഇത് കണ്ടുകൊണ്ടാണ് ഈ കുംഭമേളയ്ക്ക് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ ഹിന്ദിയിൽ സംസാരിക്കുന്നു. അങ്ങേര് ജർമ്മനിന്നോ മറ്റോ എത്രയോ നാളുകൾക്ക് മുമ്പ് നടന്നു വരിക കുംഭമേളയ്ക്ക്. അദ്ദേഹം നഗ്നവാദനായിട്ടോ മറ്റോ നടന്നു വരിക. ഇവിടെ നിന്ന് ശബരിമലയ്ക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ മലയാറ്റൂർക്ക് പോകുന്നില്ലേ. ഇദ്ദേഹം ലോട്ടറി എടുത്തില്ലെങ്കിലും അത് സംഭവിച്ചിരിക്കും. കാര്യം മനസ്സിൽ പേടി വരും. ഈ പേടി വരുന്ന സാധനങ്ങൾ നമ്മളിൽ നിന്ന് അത് ഭയങ്കര 360 ഡിഗ്രി ഇതിലാണ് ആ ചിന്തകൾ പോകുന്നതെന്നാണ്. ആ ചിന്തകൾ പോയാൽ ഈ ചിന്തകൾ പ്രപഞ്ചത്തിൽ ചെല്ലും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റിട്ടേൺ ആകുന്നതാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ മാസ്റ്റർ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് കുംഭമേള പോയി കഴിഞ്ഞാൽ ഭാഗ്യമുള്ളവർക്ക് ഗോൾഡൻ കളറ് ഓറയുള്ള മഹാവതാർ ബാബാജിനെ കാണാം. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നിറണം സ്വർണ്ണവർണ്ണമാണ്. ഇപ്പൊ ഞാൻ ഇത്രയും ഇതിനെ ആധികാരികമായിട്ട് ഇപ്പൊ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് ഇത് പറയാനുള്ളതിന്റെ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ നന്ദി പറയണ ശ്രീ പി.കെ. രാധാകൃഷ്ണ പണിക്കർ സാറിൻ്റെ അടുത്താണ്. അദ്ദേഹം തൃപ്പൂണിത്തുറയാണ് താമസം. അദ്ദേഹത്തിന്റെ 2-3 ബുക്കുകളുണ്ട്. ഒന്ന് മരണാനന്തര ജീവിതം, വേറെ ഒന്ന് നിങ്ങളുടെ രഹസ്യം എൻ്റേത്, പിന്നെ ആത്മാക്കളെ കുറിച്ചുള്ള ശാസ്ത്ര ഇതിലെന്ന് പറഞ്ഞിട്ട് ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം വിദേശത്തുള്ള ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഈ ആത്മാക്കൾ, ഈ മഹാവതാർ ബാബാജിനെ കുറിച്ച്, ഈ സ്വാമി രാമകണ്ഠനെ കുറിച്ച്, ഇതെല്ലാം ആ ബുക്കുകൾ നമ്മൾ വായിച്ചിരിക്കേണ്ടതാണ്. ഞാൻ അദ്ദേഹത്തെ ഇത് ചെയ്തിട്ട് പറ്റിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ അബാക് മീഡിയയിൽ എടുക്കും. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ജ്ഞാനമുള്ള മനുഷ്യനാണ് അദ്ദേഹം. പഠനം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഈ ബുക്ക് ആത്മാക്കളെ കുറിച്ചുള്ള അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചത്, ഈ സാറേ ഇത് എത്ര നാളെടുത്തു? ഇതിൻ്റെ 10 വർഷത്തെ പഠനമാണെന്ന് പറഞ്ഞാൽ ബുക്ക് ആ ഗ്രന്ഥറക്കാൻ കാര്യം ശാസ്ത്രീയമായിട്ട് പറയാം. സായിപ്പന്മാർ ഇത് കണ്ടുകൊണ്ടാണ് ഈ കുംഭമേളയ്ക്ക് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ ഹിന്ദിയിൽ സംസാരിക്കുന്നു. അങ്ങേര് ജർമ്മനിന്നോ മറ്റോ എത്രയോ നാളുകൾക്ക് മുമ്പ് നടന്നു വരിക കുംഭമേളയ്ക്ക്. അദ്ദേഹം നഗ്നവാദനായിട്ടോ മറ്റോ നടന്നു വരിക. ഇവിടെ നിന്ന് ശബരിമലയ്ക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ മലയാറ്റൂർക്ക് പോകുന്നില്ലേ. ഇദ്ദേഹം നടന്നു വരിക, ഹിന്ദിയിൽ സംസാരിക്കുകയാണ്. അദ്ദേഹം പറയണത് അവര് നമ്മൾ പുച്ഛത്തോടെയാണ് കുംഭമേള കാണുന്നത്. കാര്യം അവിടെ എന്നെ തേടൈ ദീക്ഷ തന്ന ഒരു മാസ്റ്ററുണ്ട്. അത് അദ്ദേഹം തന്നപ്പോഴത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഹിമാലയത്തിലായിരുന്നു എന്ന് പറയുന്നത്, ഡിഫൻസിലായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ കുംഭമേളയുടെ സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരോട് കൂടെ അവിടെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. മനസ്സിലായി? അത്ഭുതം. പിന്നെ ഈ ക്രിയായോഗ ദീക്ഷ എടുത്താൽ, ഞാനുള്ള കാര്യം പറയാം, ഇപ്പൊ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഇവരുടെ അടുത്ത് ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈ ക്രിയായോഗ ദീക്ഷ അതുപോലെ ശിവപ്രഭാകര സിദ്ധയോഗി എന്ന് പറഞ്ഞ് 786 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പല ശരീരങ്ങളിലൂടെ ഇത് ചെയ്തിട്ടുണ്ട്. മാതാമൃതാനന്ദമയിക്ക് ദീക്ഷ കൊടുത്ത അദ്ദേഹമാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ട്, അമൃതാനന്ദമയി മഠത്തിലെ വീഡിയോ കാണാൻ. അദ്ദേഹം സമാധിയായ വേറെ ശരീരം അദ്ദേഹം എടുക്കുകയാണ്. നമ്മുടെ രാമാനന്ദ സാറ് പറയുന്നുണ്ട്, ഡോക്ടർ രാമാനന്ദ സാറ്, മോഹൻലാൽ സാറിന്റെ അമ്മാവൻ ഇദ്ദേഹത്തെ ശ്രീപ്രഭാകര സിദ്ധയോഗി അദ്ദേഹത്തെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഈ ശ്രീപ്രഭാകര സിദ്ധയോഗിയുടെ പരമ്പരയിലുള്ള ഒരാളുടെ അടുത്തുനിന്ന് ഞാൻ ദീക്ഷ എടുത്തു. ഈ തേടൈ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ദീക്ഷ എടുത്തു. അദ്ദേഹത്തിന്റെ ദീക്ഷ എടുത്തു ദീക്ഷ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാണുക, തലയിലൊന്ന് കൈവയ്ക്കുക, അങ്ങനത്തെ ഒരു പരിപാടി. ഇതെടുത്തു കഴിയുമ്പോൾ നമ്മുടെ 2 ചെവികളിലും സൗണ്ട് കേൾക്കും. മനസ്സിലായി? ഇപ്പൊ ഇതിനകത്ത് ഇരിക്കുമ്പോഴില്ല ഞാനിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ചെവിയിൽ വലുത് ചെവിയിലെ കോൺസെൻട്രേറ്റ് ചെയ്യാം, അത് സൗണ്ട് കേൾക്കും. മനസ്സിലായി? അതുപോലെ ഈ ക്രിയായോഗയിൽ ഇതുണ്ട്. നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെവിയിൽ, കാര്യം നമ്മൾ കേൾക്കാത്ത കുറേ സൗണ്ടുകളുണ്ട്. ഇപ്പൊ ചില സമയത്ത് പട്ടി ഇങ്ങനെ ചെവി കൂർപ്പിക്കണം നമുക്ക് കാണാം, അല്ലേ? ഒന്നുകിൽ ആരുടെ കാലടി പാദമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പാമ്പഴയുന്നത് എന്തെങ്കിലും സൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ കിളികൾ ഇടയ്ക്ക് ചിലയ്ക്കും.
കിളികൾ നമ്മൾ കാണാത്ത എന്തോ കേൾക്കാത്തുണ്ട്. അപ്പൊ ഈ ക്രിയായോഗ എന്ന് പറയുന്നൊരിത്, അല്ലെങ്കിൽ ശിവപ്രഭാകര സിദ്ധയോഗയുടെ കീഴിൽ കുണ്ടലിനി യോഗ എന്ന് പറയുന്നുണ്ട്, ബ്രഹ്മവിദ്യ എന്നിവർ ഓരോരുത്തരും ഓരോ പേരാണ് പറയുന്നത്. ആ ഇതിനകത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ കാഴ്ചകൾ മാറും, നമ്മളുടെ ചെവിയിൽ കേൾക്കുന്ന സൗണ്ടുകൾ മാറും. പക്ഷെ ഇത് പറയുമ്പോൾ ഇതിൻ്റെ താഴെ വന്ന് കുറേ പേര് കമൻ്റ് ഇടും. ഇപ്പം ഞാനാണെങ്കിൽ വീട്ടിലാണെങ്കിലും പറയും. അപ്പോൾ വൈഫിന് അവർക്കെല്ലാം അറിയാം ഇതിൻ്റെ സംഭവം, അവരനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് തലയെ കൈവച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്. മെഡിറ്റേഷൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എനർജി പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അറിയുന്നുണ്ട് ഈ എനർജി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ഇതിനകത്തും എനർജിയാണ്. ഇപ്പൊ ഇതിനകത്ത് ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നത് അതിൽ കറണ്ട് പോയത് ആ കറണ്ട് കാണിക്കാൻ പറഞ്ഞാൽ പറ്റുകയില്ല. ഈ ക്യാമറയും വർക്ക് ചെയ്യുന്നത് അതിനകത്ത് ഇലക്ട്രിസിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് സ്റ്റാറ്റിക് എനർജി പല ഇടങ്ങളൊന്നും അതെ അതൊന്ന് കാണിച്ചതാന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. നമ്മളെന്ന് പറയുന്നതും എനർജിയാണ്. അതിൽ ഞാൻ മൈൻഡ് പവർ ക്ലാസ്സിന് പോയിരുന്നു ആദ്യം 2017. അപ്പൊ എനിക്ക് കുറെ അധികം കണ്ടിട്ടുണ്ട്. കാര്യം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ നടക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തോണ്ടോ വലിയ പവർ വന്നു ഇതാണ് വർക്ക്. അപ്പോൾ നടക്കുന്നതെല്ലാം പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളാണ്, പേടിയാണ്. ഇപ്പൊ ഞാൻ പറയാണ് ഒരാളുടെ അടുത്ത് അങ്ങേക്ക് ഒരു ലോട്ടറി അടിക്കും കേട്ടോ, 20 കോടിയുടെ ലോട്ടറി എടുത്തോളാൻ പറയാം. അതോടൊപ്പം ഇദ്ദേഹം വന്ന ഒരു 2 വീലറാണ്. ഈ ലോട്ടറി എടുത്ത് പോകുമ്പോൾ എന്ന വഴിക്ക് സൂക്ഷിച്ചോളണം, ആക്സിഡന്റ് ആയിട്ട് കാലൊടിയാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചിലപ്പോൾ ലോട്ടറി എടുത്തില്ല എന്ന് വരും. പക്ഷേ ഇദ്ദേഹം ലോട്ടറി എടുത്തിട്ടാണ് ഈ കാലൊടിയുന്നതെന്ന് പറഞ്ഞാലും ഇദ്ദേഹം ലോട്ടറി എടുത്തില്ലെങ്കിലും അത് സംഭവിച്ചിരിക്കും. കാര്യം മനസ്സിൽ പേടി വരും. ഈ പേടി വരുന്ന സാധനങ്ങൾ നമ്മളിൽ നിന്ന് അത് ഭയങ്കര 360 ഡിഗ്രി ഇതിലാണ് ആ ചിന്തകൾ പോകുന്നതെന്നാണ്. ആ ചിന്തകൾ പോയാൽ ഈ ചിന്തകൾ പ്രപഞ്ചത്തിൽ ചെല്ലുന്നു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റിട്ടേൺ ആകുന്നതാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഈ 7 ലെയറാണ് നമ്മുടെ ബോഡി. അത് ക്രില്ലിയൻ ക്യാമറ വെച്ച് പാഞ്ഞാൾ അതിരാത്രത്തിൽ 1980കളിൽ തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാൾ അതിരാത്രത്തിൽ ജർമ്മനിയിൽ നിന്ന് വന്ന, അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുക, പേപ്പർ അടിച്ച് വെറുതെ വായിക്കാറ്. ജർമ്മനിയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ക്രില്ലിയൻ ക്യാമറ കൊണ്ടുവന്നത്. ഇപ്പോഴും ചിലർ അതിനെ വിമർശിച്ച് പറയുന്നുണ്ട്, അതൊന്നും ശരിയല്ല. അവർ വന്നിട്ട് ഈ അതിരാത്രത്തിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ നടക്കണം, സൂക്ഷ്മമായിട്ട് നമ്മൾ സ്ഥൂലമായിട്ട് നമ്മൾ സൂക്ഷ്മമായിട്ട് എന്താണ് കാണുന്നതെന്ന് അവർ അത് പഠിച്ച് അതിനെക്കുറിച്ച് ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ട്. നമുക്ക് ഓറയുണ്ട്. ഈ ഓറ 7 കളറാണ്, വിബ്ജിയോറിൻ്റെ കളറുകളാണ്. ആ ഓറ നമ്മൾ മെഡിറ്റേഷൻ അത് ഇതൊക്കെ ചെയ്താൽ പോസിറ്റീവ് മെഡിറ്റേഷൻ മാത്രമല്ല പോസിറ്റീവ് തോട്ടായിരിക്കണം. അതുകൂടാണ്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വേണം. നമുക്കൊരാളോടും ദേഷ്യം വരാൻ പാടില്ല. എന്തെങ്കിലും ചെയ്താലും ഫോർഗീവ്നെസ് വേണം. നമ്മൾ ആൾക്കാരോട് ക്ഷമ പറയണം, എല്ലാവരെയും സ്നേഹിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓറ സ്ട്രോങ് ആവുമെന്ന് പറയണം. അപ്പോൾ ഈ പോസിറ്റീവ് വരുത്താനായിട്ട് മൈൻഡ് കൺട്രോൾ ചെയ്യണം. ഈ മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. എൻ്റെ ഗുരു പറയണതെന്ന് വെച്ചാൽ നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ക്രിയായോഗ ചെല്ലുമ്പോഴും അവർ പറയുന്ന ടെക്നിക്കുകളാണ്. ശ്വാസമാണ് മെയിൻ. നമ്മുടെ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന പോലെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ശരീരം, കുറച്ച് നാളത്തേക്ക് എടുത്തിരിക്കുന്ന ഈ ശരീരം വർക്ക് ചെയ്യുന്നത് ശ്വാസത്തിലൂടെയാണ്. അതിന്റെ ബാക്കി ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ ഭക്ഷണം കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ശ്വാസം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് എടുത്തില്ലെങ്കിൽ തീരുമാനം അറിയാൻ പറ്റും. അപ്പൊ ഇത്രയും ടെൻഷനൊക്കെ എടുക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഈ ഒന്ന് മൂക്കും വായു അടച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. അപ്പൊ ഇങ്ങനത്തെ നമ്മുടെ ഓറയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ പറയുന്ന കുംഭമേളകളിൽ പോയാൽ നന്നാവും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോസിറ്റീവ് വൈബുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സഹവസിച്ച് കഴിഞ്ഞാൽ നമ്മളിലും പോസിറ്റീവ് വരും. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിലോ ഒരു പള്ളിയിലോ ഒരു മോസ്കിൻ്റെ അവിടെ ചെന്നിട്ട് നമുക്ക് അനാവശ്യമായിട്ട് ചിന്തിക്കാൻ പറ്റുക. ചിലപ്പോൾ ഒരു കൂട്ടം ആൾക്കാരൊന്നും ചിന്തിക്കുന്നുണ്ടാവും, അനാവശ്യം പറയുന്നുണ്ട്. പക്ഷെ ഒരു വ്യക്തി എത്ര ടെൻഷനാകട്ടെ, ഇപ്പം ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. ഞാൻ ഈ ലക്ഷദ്വീപിലെ ഉജറപ്പള്ളിനെ കുറിച്ച് പറയുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ് എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. ഈ അമ്പലത്തിൽ പോയാൽ അതുപോലെ തന്നെ അവിടെയും കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ആത്മീയ എനർജി അവിടെയുണ്ട്. പല ആൾക്കാരും സംസാരിച്ച ആ എനർജി അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ പല ഈ പുരാതന ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്നത്. കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് മറ്റുള്ള ഇടങ്ങളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ എനർജി ആയിരിക്കും. കുംഭമേളയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടായിരിക്കത്തില്ല. കാരണം പലരും പറഞ്ഞ അനുഭവം വെച്ച് ഇവിടെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിന്റെ ഒരു 10 ഇരട്ടി എനർജി ആയിരിക്കും നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ. അത് ഈ ഞങ്ങളെ ആ പഠിപ്പിച്ച മാസ്റ്റർ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് കുംഭമേള പോയി കഴിഞ്ഞാൽ ഭാഗ്യമുള്ളവർക്ക് ഗോൾഡൻ കളറ് ഓറയുള്ള മഹാവതാർ ബാബാജിനെ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നിറം സ്വർണ്ണവർണ്ണമാണ് പറയും. സ്വർണ്ണവർണ്ണമാണ്. കാര്യം സ്വർണ്ണവർണ്ണമാണ് ഏറ്റവും ഇപ്പൊ ദൈവങ്ങളുടെ എല്ലാം സ്വർണ്ണവർണ്ണമാണ് അല്ലെ. ഈ ഫുള്ളി പ്യൂരിഫൈ ആയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർക്ക് കാർമ്മികം ഒന്നുമില്ല. ആ കാർമ്മികം ഒന്നും ഇല്ലാത്തവരുടെ ഓറ സ്വർണ്ണവർണ്ണമായിരിക്കും. അങ്ങനെ കണ്ട ആൾക്കാരുണ്ട്. പക്ഷെ ഈ കണ്ട ആൾക്കാർ പബ്ലിക്കായിട്ടൊന്നും പറയില്ല.
ഇപ്പൊ നമ്മൾ ഈ പാരാസൈക്കോളജിയുടെ ഇതൊക്കെ എടുക്കുമ്പോഴുണ്ട്, ആൾക്കാരുടെ എടുക്കുമല്ലോ, നമ്മളെ ആത്മീയമായിട്ടുള്ള കാര്യം. ഞാനിപ്പോ ഇത് പറഞ്ഞു, മഹാവതാർ ബാബാജിയുടെ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. അദ്ദേഹമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എൻ്റെ അനുഭവങ്ങളിലൂടെ. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളിലൂടെ. ഒരു പക്ഷേ ഈ ശനിയെ ഇത്രയും പോസിറ്റീവായിട്ട് എടുക്കാനും എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്, ശ്രീ കൃഷ്ണൻ ഭ്രാന്തിരി തിരുമേനി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹത്തെ കണ്ട ആ ഓറയുടെ സ്വാധീനം എന്നിലുണ്ടെന്ന് മനസ്സിലായി. ആ ഒരു എനർജി നമുക്ക് വരും. അപ്പൊ ഈ നമ്മൾ ഓറ നമ്മളെയും സ്വാധീനിക്കും. അത് പോസിറ്റീവും സ്വാധീനിക്കും, പോസിറ്റീവ് അല്ലാത്തത് പെട്ടെന്ന് സ്വാധീനിക്കും. അതാണ് ഈ ഭഗവത്ഗീതയിലെ മറ്റൊരു ശ്ലോകമുണ്ട്, സംഘാത് സംജായതേ കാമ, കാമാത് ക്രോധോഭിജായതേ, ക്രോധോത് ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. സംഘം എന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ട്. സംഘാത് സംജായതേ കാമം. ഈ കൂട്ടുകെട്ട് വരുമ്പോൾ കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ. അത് നല്ലതിനും ആകാം. നമുക്കൊന്ന് അമ്പലത്തിൽ പോകാന്ന് പറയണതും കാമമാണ്, നമുക്കൊന്ന് വീശാന്ന് പറയണതും കാമമാണ്. പിന്നെ കാമം വന്നു കഴിയുമ്പോൾ പിന്നെ അത് നടന്നില്ലെങ്കിൽ ക്രോധം വരും. ക്രോധം വന്നു കഴിഞ്ഞാൽ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇത് എന്താണ്, സമ്മോഹം വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധം നശിച്ച ഒരവസ്ഥ വരും. ദേഷ്യം വന്നു കഴിയുമ്പോൾ എന്താ പറയണത്, എന്താ എടുത്തെറിയണമെന്ന് പറയും. അപ്പോൾ ക്രോധോദ്ഭവതി സമ്മോഹ സ്മൃതി വിഭ്രമ, ഓർമ്മ പൂർണ്ണമായിട്ടും നശിക്കുന്നു എന്നാണ് പറയുന്നത്. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശം. അങ്ങനെ ആ ബോധം നശിച്ച് താഴെ വീണ ആൾക്ക് ബുദ്ധി വർക്ക് ചെയ്യില്ല. ബോധം കെട്ടുപോയി കഴിഞ്ഞാൽ ബുദ്ധി വർക്ക് ചെയ്യില്ല. ബുദ്ധിനാശാത് പ്രണശ്യതി. ഒരാൾ പെട്ടെന്ന് താഴത്ത് കിടന്നാൽ, പൊട്ടോന്ന് പറഞ്ഞ് താഴത്ത് കിടന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മൂക്കിന്റെ താഴത്ത് ഇട്ടുന്നു, ഇല്ലേ, ശ്വാസം ഉണ്ടോ അല്ലെങ്കിൽ ഇതുണ്ടോ നോക്കും. അതതേ പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം കൂട്ടുകെട്ടാണ്, സംഘമാണ്. അപ്പൊ നമ്മൾ സത്സംഗത്തിൽ ചെല്ലുക. ഇപ്പൊ കുംഭമേളയിൽ പോയില്ലെങ്കിലും അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് കാമത്തെ അങ്ങനെ കണ്ട് പറഞ്ഞു കഴിഞ്ഞാലും ഈ കാമമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നയിക്കുന്ന ആഗ്രഹങ്ങൾ, മോഹങ്ങളാണ്. അതെ, തീർച്ചയായിട്ടും അത് നല്ലതാണ്. അതിൽ ചിലർ ഈ പറയും, ചില ആൾക്കാർ, ആത്മീയ ആൾക്കാർ പറയും, നിങ്ങളൊന്നും ആഗ്രഹിക്കാൻ പാടില്ല, ദൈവം നിങ്ങൾക്ക് എല്ലാം തരും. മനസ്സിലായ, എല്ലാം തരും എന്ന് പറയും. ഈ പറയുന്ന ആൾക്കാരെ കാണാൻ പോണെങ്കിൽ അവിടെ കാണിക്കിടണം, ഇല്ലെങ്കിൽ ഫീസാണ്. ഇപ്പൊ പല ആൾക്കാർക്കും ഫീസാണ്. ശരിക്കും ഗുരുക്കന്മാര് ഫീസ് വാങ്ങിക്കാൻ പാടില്ല. എൻ്റെ ഗുരു പറയും ഫീസ് വാങ്ങിക്കാൻ പാടില്ല. അദ്ദേഹം ഒന്നും വാങ്ങിക്കാണ്ടാണ് എന്നെ പഠിപ്പിച്ചത്. ഈ ഗോപാലൻ ജോത്സർ എന്ന് പറഞ്ഞ അദ്ദേഹം ആണെങ്കിലും ഞാൻ പോയി ദക്ഷിണ വെച്ചതേ ഉള്ളൂ. അപ്പൊ അവര് പറയും ഫീസ് എന്ന് പറയണത് ഒരു പർട്ടിക്കുലർ തൊഴിലിന് ചെയ്യുന്ന ഒരു മൂല്യമാണ് ഫീസ്. ഒരു ഗുരു എന്ന് പറഞ്ഞാൽ അദ്ദേഹം, ഇപ്പൊ മഹാവതാർ ബാബാജി ആരുടെ അടുത്തും ഫീസ് വാങ്ങിച്ചോ ഗുരുദക്ഷിണ വാങ്ങിച്ചിട്ടല്ല അദ്ദേഹം നമ്മളിലേക്ക് പോസിറ്റീവ് ചെയ്യുന്നത്. കാര്യം ഗുരുവിന്റെ ഇതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്ത് കഴിവുണ്ടോ ആ കഴിവ് കംപ്ലീറ്റ് ശിഷ്യനിലേക്ക് കൊടുക്കുക. ആ ശിഷ്യൻ അതിന് പരിപക്വം അനുസരിച്ച് ശിഷ്യനിലേക്ക് കൊടുക്കുക. പിന്നെ ശിഷ്യൻ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു എനർജി പാസ് ചെയ്യുമ്പോൾ തിരിച്ചവിടെ നിന്നുള്ള എന്തെങ്കിലും ഇത് വരണം, അതിന് ഗുരുദക്ഷിണ കൊടുക്കണം. ദക്ഷിണ എന്ന് പറയണതിന് എൻ്റെ ഗുരു പറഞ്ഞ ഇതെന്താണെന്ന് വെച്ചാൽ, കൊടുക്കുന്നവന് കൊടുത്തത് കൂടുതലായെന്നും കിട്ടുന്നവന് കിട്ടിയത് കുറഞ്ഞു പോയെന്നും തോന്നാത്തതാണ് ദക്ഷിണ.